എല്ലാവർക്കും ഓപ്ഷൻ ബയേഴ്സ് ക്ലബിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ട്രേഡ് ഓൺ എ ടു സെഡ് എന്ന സീരീസിൽ നമ്മൾ കുറേ കീവേഡ്സായി കവർ ചെയ്യണു, അതുപോലെ തന്നെ സ്ട്രാറ്റജിക് പിന്നെ ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കമൻസോ ഫീഡ്ബാക്കോ ഉണ്ടെങ്കിൽ പറയാം. പിന്നെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ലാസ്റ്റ് 1-2 മാസമായിട്ട് ഭയങ്കര റെസ്പോൺസാണ്, വീഡിയോസിനായാലും നമ്മുടെ ചാറ്റിലായാലും. അപ്പോൾ കൂടുതൽ ക്വറീസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഒരുമാതിരി എല്ലാവരും യൂസ് ചെയ്യണ ഒരു ഇൻഡിക്കേറ്ററും അത് വെച്ചിട്ട് എങ്ങനെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാമെന്നാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡേ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് പലരും യൂസ് ചെയ്യണ ഒരു ഇൻഡിക്കേറ്ററാണ് സൂപ്പർ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട്. വളരെ വളരെ കോമൺ ആയിട്ടുള്ളൊരു യൂസുള്ളൊരു ഇൻഡിക്കേറ്ററാണ് സൂപ്പർ ട്രെൻഡ്. അപ്പോൾ അത് വെച്ചിട്ട് പലരും എങ്ങനെ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഈ വീഡിയോ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സൂപ്പർ ട്രെൻഡ് എന്ന ഇൻഡിക്കേറ്ററിനെ കുറിച്ചിട്ടും അതെങ്ങനെ വെച്ചിട്ട് അതെങ്ങനെ നമുക്ക് ട്രേഡ് ഒരു സ്ട്രാറ്റജി ആയിട്ട് ബിൽഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം സൂപ്പർ ട്രെൻഡ് എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്ററിനെ കുറിച്ചിട്ട്. നിങ്ങളെല്ലാവരും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഇതൊരു നിഫ്റ്റി ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഈ ചാർട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം ഫ്രെയിം യൂസ് ചെയ്യാം. മിക്കവാറും ആൾക്കാർ 5 മിനിറ്റ്സും 10 മിനിറ്റ്സൊക്കെ യൂസ് ചെയ്യും. ഞാനിപ്പോൾ ഇന്ന് സൂപ്പർ ട്രെൻഡിനെ കുറിച്ചായതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ആണ്. അപ്പോൾ ആ ഒരു ചാർട്ടിൻ്റെ സെറ്റിങ്സിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ 15 മിനിറ്റ്സിൻ്റെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട്. ഈ ഇൻഡിക്കേറ്ററിൽ വന്നിട്ട് നിങ്ങൾക്ക് സൂപ്പർ ട്രെൻഡ് എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പർ ട്രെൻഡ് സ്ട്രാറ്റജി ഈ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള സൂപ്പർ ട്രെൻഡ് എന്ന് പറഞ്ഞ ടെക്നിക്കൽസ് കിടക്കണ ഇൻഡിക്കേറ്റർ തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ചാർട്ടിലോട്ട്. ആണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ സൂപ്പർ ട്രെൻഡ് എന്ന് പറഞ്ഞ സ്ട്രാറ്റജി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ലീഡിങ് ഇൻഡിക്കേറ്ററാണ്. മൂവിങ് ആവറേജൊക്കെ പോലെ തന്നെ അല്ലെങ്കിൽ ട്രെൻഡിങ് ഇൻഡിക്കേറ്റർ എന്ന് പറയാൻ പോകുകയാണെങ്കിൽ അത് നമ്മുടെ ട്രെൻഡിങ് മാർക്കറ്റിൽ വളരെയധികം വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് സൂപ്പർ ട്രെൻഡ് ഇൻഡിക്കേറ്റർ. അപ്പോൾ സൈഡ് വേ മാർക്കറ്റിൽ വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിഗ്നൽസ് കറക്റ്റ് ആവുമെന്ന് നോക്കേണ്ടി വരും. മിക്കവാറും ചിലപ്പോൾ ഫോൾസ് സിഗ്നൽസ് കിട്ടാനും വഴിയുണ്ട്. പക്ഷേ ഒരു ട്രെൻഡിങ് മാർക്കറ്റിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ്. അത് ട്രെൻഡിങ് ഇൻഡിക്കേറ്ററാണ്, മൂവിങ് ആവറേജൊക്കെ പോലെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് അത് നമുക്ക് വർക്ക് ചെയ്യുന്നത് പറഞ്ഞത്. അതിന് അത് വാല്യൂ കാൽക്കുലേഷനിലുള്ള പ്രത്യേകത കൊണ്ട് തന്നെ. അപ്പോൾ ഈ സൂപ്പർ ട്രെൻഡ് എന്ന് പറഞ്ഞ സ്ട്രാറ്റജീനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തവരുണ്ടാവും. അത് കാരണം ഞാൻ ജസ്റ്റ് പറയാണ്. ഈ സൂപ്പർ ട്രെൻഡ് സ്ട്രാറ്റജിയിൽ മെയിനായിട്ട് 2 വാല്യൂസാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതായത് നമ്മുടെ കോൺഫിഗറേഷനിലുള്ള 2 വാല്യൂസ് ഞാൻ ആദ്യം പറയാം. അത് തന്നെയാണ് അതിൻ്റെ ബേസിക് കാൽക്കുലേഷനിലും പറയുന്നത്. അപ്പോൾ ഈ അതിൽ മെയിനായിട്ടുള്ളതാണ് ഒന്ന് ആവറേജ് ട്രൂ റേഞ്ച്. നിങ്ങൾക്ക് അറിയണ വേറൊരു ഇൻഡിക്കേറ്ററാണ് ATR. അപ്പോൾ ആവറേജ് ട്രൂ റേഞ്ചിൻ്റെ പ്രത്യേകതകൾ നമുക്ക് വേണമെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. പക്ഷേ അതൊരു പ്രൈസ് റേഞ്ചിൻ്റെ വൊളാറ്റിലിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ATR. അപ്പോൾ ആ ATR വാല്യൂ ആണ് നമ്മുടെ സൂപ്പർ ട്രെൻഡ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഈ സൂപ്പർ ട്രെൻഡിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കാൽക്കുലേഷൻ യൂസ് ചെയ്യണ ഒരു ഇൻഡിക്കേറ്ററോ അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ മെത്തേഡാണ് ATR. അതിൻ്റെ ഒപ്പം തന്നെ ഒരു മൾട്ടിപ്ലയർ അല്ലെങ്കിൽ ഒരു ഫാക്ടർ എന്നുള്ള ഒരു വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വാല്യൂ 10-3 നിങ്ങൾ കാണുന്നത് ATR ട്രൂ റേഞ്ചിൻ്റെ വാല്യൂ ഇതിൽ കൊടുത്തുള്ളത് 10ഉം ഫാക്ടർ അല്ലെങ്കിൽ മൾട്ടിപ്ലയർ 3 ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫോൾട്ട് സെറ്റിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾ പല ബാക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യണ വാല്യൂസ് ഉണ്ടെങ്കിൽ ATR ട്രൂ റേഞ്ച് നിങ്ങൾക്കിപ്പോൾ വേറെ ഏതെങ്കിലും വാല്യൂ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ അനുസരിച്ച് നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്യാം. അതുപോലെ തന്നെ ഈ വാല്യൂസൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാമെന്ന് വെച്ച് ഞാൻ ഉദ്ദേശിച്ചത് അത് ഏത് ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് അതിനും ഡിപ്പെൻഡ് ആണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ പോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഡിഫോൾട്ട് സെറ്റിങ്സിൽ 10ഉം 3 ആണ്. അപ്പോൾ മൾട്ടിപ്ലയർ ആയിട്ട് 3ഉം ATR ട്രൂ റേഞ്ചിൽ ലെങ്ത് ആയിട്ട് 10ഉമാണ് ഇതിലുള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങളിതിൽ കാണുന്ന പോലെ തന്നെ ഈ സൂപ്പർ ട്രെൻഡ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒന്ന്, ഇതിൽ ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ സിമ്പിൾ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇപ്പോൾ ഈ ഒരു വാല്യൂ നമ്മൾ ഗ്രീനിലോട്ട് കടന്നു കഴിഞ്ഞാൽ ബൈ സിഗ്നൽ അവിടെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു, അല്ലെങ്കിൽ അതൊരു ബൈ സിഗ്നലാണ്. ഇപ്പോൾ ഒരു നമ്മുടെ റെഡിൽ നിന്ന് ഗ്രീനിലോട്ടുള്ള ഫ്ലിപ്പ്, അതുപോലെ തന്നെ ഗ്രീനിൽ നിന്ന് റെഡിലോട്ടുള്ള ഫ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് തൊട്ടിട്ട് ഒരു സെൽ സിഗ്നലാണ്. അതാണ് അതിൻ്റെ ബേസിക്കായിട്ട് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിൽ വേറൊരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൈസ് സൂപ്പർ ട്രെൻഡ് വാല്യൂവിൻ്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്യാമെന്നിരിക്കുക. അതായത് അടിയിലായിരുന്നു, അത് കഴിഞ്ഞിട്ട്
ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ പോവുകയാണെങ്കിൽ ഈ സൂപ്പർ ട്രെൻഡ് വാല്യൂവിൻ്റെ അടിയിലായിരുന്നല്ലോ ഇതിൻ്റെ പ്രൈസ്. അത് കഴിഞ്ഞിട്ട് ഈ സൂപ്പർ ട്രെൻഡ് വാല്യൂവിൻ്റെ മുകളിലോട്ട് പ്രൈസ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഫ്ലിപ്പ് നടക്കണം. ഈ റെഡ് എന്നുള്ള ഗ്രീനിലോട്ടുള്ള ഫ്ലിപ്പ് നടക്കണം. അവിടെ വെച്ചാണ് നമ്മളൊരു ബൈ സിഗ്നൽ വരണ പോലെ അത് പറയാം. അതുപോലെ തന്നെ നമ്മുടെ പ്രൈസ് മുകളിൽ ആയിരുന്നു, അതായത് നമ്മുടെ ഈ സൂപ്പർ ട്രെൻഡ് വാല്യൂവിൻ്റെ മുകളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിലേക്ക് വരുമ്പോഴാണ് എന്ത് നടക്കുക, ഒരു ലോങ് ഷോർട്ടിലോട്ട് മാറുക, അല്ലെങ്കിൽ ബൈന്ന് സെല്ലിലോട്ട് മാറുക എന്നുള്ള കോൺസെപ്റ്റ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വളരെയധികം ആൾക്കാർ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് ഈ ഇൻഡിക്കേറ്റർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എവിടെ വെച്ചിട്ട് വാങ്ങണം, എവിടെ വെച്ച് വിൽക്കണമെന്ന് നിങ്ങൾക്കൊരു ഈ ഇൻഡിക്കേഷനിലൊക്കെ തരുന്നുണ്ട്. അതിനൊപ്പം തന്നെ യൂസ് ചെയ്യണ വാല്യൂസും ATR അത്യാവശ്യം നല്ലൊരു ഇൻഡിക്കേറ്ററാണ് എന്ന് വിചാരിച്ചിട്ട് ഈ സൂപ്പർ ട്രെൻഡ് മാത്രം വെച്ച് ട്രെൻഡ് എടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യണമെന്നില്ല. അതിൻ്റെ ഒപ്പം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ സ്ട്രാറ്റജീനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ സൂപ്പർ ട്രെൻഡിൽ തന്നെ ഇപ്പോൾ ഏത് ചാർട്ടിൽ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ടൈം ഫ്രെയിമിൽ, ഏത് ATR ലെങ്ത്തിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ കോൺഫിഗറേഷനിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അതിൽ ട്രൈ ആവുന്നതാണ്. അപ്പോൾ ഞാനിതിൽ ബേസിക് ആയിട്ടുള്ള 10-3 എന്നുള്ള കോൺഫിഗറേഷനിൽ നമ്മൾ സൂപ്പർ ട്രെൻഡിൻ്റെ വർക്കിംഗ് മെക്കാനിസം, ഈ സൂപ്പർ ട്രെൻഡിൻ്റെ ഇൻഡിക്കേറ്ററിനെ കുറിച്ചാണ് ജസ്റ്റ് പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ട്രേഡ് ടോണിൽ ഒരു സ്ട്രാറ്റജി ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതാണ് നമ്മളിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ വിൻഡോ ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ട്രേഡ് ടോണിൽ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു നമ്മുടെ കണ്ടീഷൻ ബിൽഡറാണ് ഇതിൽ. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ലോജിക്കാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സെനാരിയോ എടുക്കാമെന്ന് വിചാരിക്കും. അതായത് ഇവിടുന്ന് ഈ ഒരു സെനാരിയോ അല്ലെങ്കിൽ ഈ ഒരു സെനാരിയോ, ഏത് സെനാരിയോ എടുത്തോ. അപ്പോൾ അതായത് നമ്മൾ ലോജിക്ക് എങ്ങനെ ഡിറൈവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെന്താ പറഞ്ഞത്, നമ്മുടെ എപ്പോഴാണ് നമ്മൾ ട്രേഡ് എടുക്കണമെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നത്തെ ക്യാൻഡിലിൻ്റെ പ്രൈസ് സൂപ്പർ ട്രെൻഡിൻ്റെ വാല്യൂവിൻ്റെ മീതെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ബൈ ട്രെൻഡാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു നമ്മൾ ലോങ് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, ഇവിടുന്ന് റെഡ് നിന്ന് ഗ്രീനിലോട്ട് മാറി എന്ന് പറഞ്ഞ ഒരു ആംഗിളിൽ, ആ ഒരു ആംഗിളിൽ റെഡ് നിന്ന് ഗ്രീനിലോട്ട് മാറി. അതായത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ പ്രൈസ് സൂപ്പർ ട്രെൻഡ് വാല്യൂവിൻ്റെ മുകളിൽ വന്നപ്പോഴാണ് നമ്മൾ ബൈയിലോട്ട് മാറിയത് അല്ലേ. അതിനുള്ള വേറൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിൽ സൂപ്പർ ട്രെൻഡ് വാല്യൂവിൻ്റെ താഴെയായിരുന്നു അതിൻ്റെ ക്ലോസ് അല്ലേ. അപ്പോൾ അതായത് നമ്മൾ ട്രേഡ് എടുക്കുന്നത് ഇപ്പോൾ ഈ ക്യാൻഡിലാണെങ്കിൽ, ഓക്കെ, ഈ ക്യാൻഡിലാണ് നമ്മൾ ട്രേഡ് എടുക്കണമെങ്കിൽ നമ്മുടെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ പ്രൈസ് ക്ലോസ് എന്ന് പറയുന്നത് സൂപ്പർ ട്രെൻഡ് വാല്യൂവിൻ്റെ മുകളിലാണ്. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ എൻട്രി ക്യാൻഡിൽ. അപ്പോൾ ഇത് പ്രീവിയസ് ക്യാൻഡിൽ. അപ്പോൾ പ്രീവിയസ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതല്ലേ, അതിൻ്റെയും പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിലിൻ്റെ പ്രൈസ് ക്ലോസ് എവിടെയാണ്, സൂപ്പർ ട്രെൻഡ് വാല്യൂവിൻ്റെ താഴെയാണ്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ബൈ ആണ്. അപ്പോൾ ചാർട്ടിൽ നിങ്ങൾക്ക് ഒരു റെഡിൽ നിന്ന് ബൈയിലോട്ട് വരുന്ന സിനാരിയോ ആണ് നമ്മളിവിടെ കോഡ് ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്കിനി എൻട്രി കണ്ടീഷനിലോട്ട് പോകാം. സിമ്പിളാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു നമ്മൾ എപ്പോഴും നമ്മൾ ഇത് ഇൻഡിക്കേറ്റർ നമ്മുടെ പൊസിഷൻ ബേസാണ് നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മൾ പൊസിഷൻ എന്നുള്ള ഒരു കീവേഡിലോട്ട് വന്നു. ആ പൊസിഷനിലുള്ള കീവേഡിൽ നമ്മൾ പറയുന്നത് നമ്മുടെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ സെനാരിയോ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ എല്ലാ സ്ട്രാറ്റജി ഡിസ്കഷനിലും എല്ലാ കണ്ടീഷൻ ബിൽഡറിലും നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഈ പൊസിഷൻ എന്ന് പറയുന്ന കീവേഡിൽ നമ്മൾ -1 കൊടുത്തു കഴിഞ്ഞാൽ പ്രീവിയസ് ക്യാൻഡിലാണ്, നമ്മൾ എൻട്രി എടുക്കുന്നതിൻ്റെ പ്രീവിയസ് ക്യാൻഡിലാണ് ഇവിടെ വരുന്നത്. ഈ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ക്ലോസ് അല്ലേ, ഇതിൻ്റെ ക്ലോസ് എന്ത് വരണം. പിന്നെ ബാക്കി നമുക്ക് ഇവിടെ കുറച്ച് വാല്യൂസ് ഫില്ല് ചെയ്യാണ്ട്, ഓക്കെ, അത് നമുക്ക് ഫില്ല് ചെയ്യാം. ഒന്നുകിൽ ഇപ്പോൾ ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് ഈ ഒരു കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി വാല്യൂസ് ഫില്ല് ചെയ്യാം. അപ്പോൾ പ്രീവിയസ് വാല്യൂവിൻ്റെ അല്ല, നമുക്കിത് പറഞ്ഞിട്ട് തന്നെ പോകാം. ഓക്കെ, ഈ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ക്ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാൻഡിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ 50 മിനിറ്റ്സ് ആണെന്ന് വിചാരിക്കും, എക്സാമ്പിളാണ് കേട്ടോ. നിങ്ങളുടേതായ ചാർട്ടും സെറ്റിങ്സും ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് നെയിം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് NSEയിലുള്ള സ്റ്റോക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിഫ്റ്റി ഫ്യൂച്ചറോ അല്ലെങ്കിൽ ഓപ്ഷൻസോ സെലക്ട് ചെയ്യാം.
അപ്പോൾ നമ്മൾ NFO സെലക്ട് ചെയ്തിട്ട് ഞാൻ നിഫ്റ്റി ബാങ്ക് തന്നെ നമ്മൾ സ്റ്റോക്ക് തന്നെ നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യാണ്. അപ്പോൾ NFO നിഫ്റ്റി ബാങ്ക് ഞാനിവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ നിഫ്റ്റി ബാങ്കിൻ്റെ നമ്മുടെ സ്പോട്ട് വാല്യൂ. ഓക്കെ, ഈ നിഫ്റ്റി ബാങ്കിൻ്റെ സ്പോട്ട് വാല്യൂ, അതായത് നമ്മുടെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ക്ലോസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളല്ല. നമ്മൾ ഗ്രേറ്റർ ദാൻ അല്ലേ, ഇത് ഗ്രേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഗ്രേറ്റർ ആണോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ എന്ത് വാല്യൂ ആയിട്ട് നമ്മൾ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ നമ്മുടെ പൊസിഷനിൽ, നമ്മുടെ പ്രീവിയസ് പൊസിഷനിലുള്ള ക്യാൻഡിലിൻ്റെ നമ്മൾ ഏത് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യേണ്ടത്? നമ്മുടെ സൂപ്പർ ട്രെൻഡ് വാല്യൂ ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഈ സൂപ്പർ ട്രെൻഡ് വാല്യൂവിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ പോലെ തന്നെ ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു 2 കോൺഫിഗറേഷൻ വാല്യൂസാണ് ഉള്ളതെന്ന് പറഞ്ഞു. നമ്മൾ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ 2 കോൺഫിഗറേഷൻ വാല്യൂ നമ്മൾ ഉള്ളത്. ഒന്ന് ATR ലെങ്ത്ത്, അതാണ് നമ്മൾ 10 ആയിട്ട് വെച്ചുള്ളത്. പിന്നെ ഒന്നുള്ളത് നമ്മുടെ മൾട്ടിപ്ലയർ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ പീരീഡ് എന്ന് പറയുന്നത് ATR ലെങ്ത്താണ്. മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് നമ്മളവിടെ കണ്ട ആ ഫാക്ടറോ അല്ലെങ്കിൽ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് രണ്ടാമത്തെ വാല്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേറെ ഏതെങ്കിലും വാല്യൂസ് നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വാല്യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് കോൺഫിഗർ ചെയ്യാം. ചിലർ, ഞാൻ പലരും പല വാല്യൂസ് യൂസ് ചെയ്യാനുണ്ട്, ചിലർ 7 യൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ പല വാല്യൂസ് നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഏതാണെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ ചാർട്ടിൻ്റെ ക്യാൻഡിൽ ടൈം ഫ്രെയിം നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മളിപ്പോൾ പ്രീവിയസ് എക്സാമ്പിൾ 5 മിനിറ്റ്സിലാണെങ്കിൽ 5 മിനിറ്റ്സ്, 50 മിനിറ്റ്സ് ആണെങ്കിൽ 50 മിനിറ്റ്സ്. ഐ തിങ്ക് ഇത് സൂപ്പർ ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 50 മിനിറ്റ്സാണ് നമ്മൾ ഇവിടെ വെച്ചുള്ളത്. നമ്മുടെ സ്റ്റോക്ക് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത പോലെ നിഫ്റ്റി ബാങ്ക് സെലക്ട് ചെയ്തു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലോസ് വാല്യൂ, പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ക്ലോസ് വാല്യൂ സൂപ്പർ ട്രെൻഡ് വാല്യൂവിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ ക്ലോസ് വാല്യൂ ഗ്രേറ്റർ ദാൻ നമ്മുടെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ സൂപ്പർ ട്രെൻഡ് വാല്യൂവിൻ്റെ മീതെയാണെങ്കിൽ ഇതുകൊണ്ട് മാത്രം നമുക്ക് കാര്യമില്ല. നമുക്ക് ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. ഇതിന് മുന്നത്തെ, അതായത് ഈ പ്രീവിയസ് ടു പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിലിൻ്റെ വാല്യൂ എന്തായിരിക്കണം? സൂപ്പർ ട്രെൻഡ് വാല്യൂവിൻ്റെ താഴെ ആയിരിക്കണം അതിൻ്റെ ക്ലോസ്. എങ്കിൽ മാത്രമേ ആ ഒരു ക്രോസ് ചെയ്തു എന്ന് പറയാം, ആ പ്രൈസ് റേഞ്ച് തൊട്ട് മുന്നത്തെ ക്യാൻഡിലിൽ ക്രോസ് ചെയ്ത് സൂപ്പർ ട്രെൻഡിനെ ക്രോസ് ചെയ്ത് നമ്മൾ ബൈ സൈഡിലോട്ട് കയറിയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഒരു കണ്ടീഷൻ കൂടി ഇതിൽ ആഡ് ചെയ്യണം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മൾ പോവാണ്, പൊസിഷൻ കോൺഫിഗർ ചെയ്യാൻ പോവാണ്. -2 തന്നെ ചെയ്യുക. ഓക്കെ, -2 ക്യാൻഡിലിൻ്റെ എന്ത് ക്ലോസ് സിമ്പിൾ സെലക്ട് ചെയ്യുക. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണിത്. അപ്പോൾ ജസ്റ്റ് കോൺഫിഗർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ടു പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ക്ലോസ് എന്തായിരിക്കണം? സൂപ്പർ ട്രെൻഡ് വാല്യൂവിനേക്കാളും ലെസ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു വാല്യൂ തന്നെ നമുക്ക് ജസ്റ്റ് ഇവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. നിങ്ങൾ നോക്കി നോക്കിയേ, ഇതിൽ ഒരു കാര്യം ചേഞ്ച് ചെയ്യണം നമ്മൾ. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ടു പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ക്ലോസ് സൂപ്പർ ട്രെൻഡ് വാല്യൂവിൻ്റെ താഴെയും, പ്രീവിയസ് ക്യാൻഡിലിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ക്ലോസ് വാല്യൂ സൂപ്പർ ട്രെൻഡിൻ്റെ മുകളിലോട്ടും കയറി കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി വേറെ പല കണ്ടീഷൻസ് നമുക്കിതിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ എനിക്ക് ട്രേഡ് ഒരു 9:30 ശേഷം എടുത്താൽ മതി, അല്ലെങ്കിൽ അങ്ങനത്തെ ഏത് കണ്ടീഷനാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. നമ്മളിതുപോലെ എല്ലാവരും ഡിസ്കസ് ചെയ്തുള്ള കാര്യമാണ്. എന്നാലും ജസ്റ്റ് അതുകൊണ്ട് നമുക്ക് കോൺഫിഗർ ചെയ്യാം. 9:30 ശേഷമാണെങ്കിൽ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ആ ഒരു സൂപ്പർ ട്രെൻഡിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നത്. ഇനി ബാക്കിയുള്ള കണ്ടീഷൻസ് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ടി വരും, നിങ്ങളുടെ സ്ട്രാറ്റജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. നമ്മളിപ്പോൾ അതിലോട്ട് കിടക്കണില്ല ഇപ്പോൾ ഇവിടെ. ഇപ്പോൾ സൂപ്പർ ട്രെൻഡിൻ്റെ കുറിച്ചിട്ടൊരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്കതോട് കോൺഫിഗർ ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ഇത് ഞാൻ എല്ലാ വീഡിയോയിലും ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് പോകാം. നമ്മുടെ ഏത് എക്സ്ചേഞ്ചിൽ നിന്ന് ഏത് വാല്യൂ ആണ് നമ്മൾ വാങ്ങേണ്ടത്, ഒരു കോൾ ഓപ്ഷൻ വാങ്ങുന്ന കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ ടെൻഡ് വാല്യൂവിൻ്റെ താഴെ നിന്നിട്ട് അതിന് മുകളിലോട്ട് കയറിയ സിറ്റുവേഷനാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചാർട്ടിലും പോയി കഴിഞ്ഞാൽ ഈ സൂപ്പർ ടെൻഡ് വാല്യൂവിൻ്റെ താഴെ നിന്നിട്ട് മുകളിലോട്ട് കയറിയപ്പോൾ നമ്മളിവിടെ ബൈ സിഗ്നലിൽ വന്ന ഒരു കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതിൽ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ ഉണ്ട്, ഇതിൻ്റെ താഴെ നിന്നിട്ട് പിന്നെ അതിൻ്റെ മീതി കയറിയപ്പോൾ നമ്മൾ ബൈ കയറുന്നത്. ഓക്കെ, നമ്മുടെ ഏത് അണ്ടർലൈങ് സ്റ്റോക്ക് ഏതാണെങ്കിലും അത് സെലക്ട് ചെയ്യുക. നിഫ്റ്റി ബാങ്ക്, പിന്നെ ഇൻട്രാഡേ ആണെങ്കിൽ ഇൻട്രാഡേ MI സെലക്ട് ചെയ്യുക. നിങ്ങളുടെ സ്ട്രൈക്ക് പ്രൈസ് അറ്റ് ദ മണി ആണെങ്കിൽ അറ്റ് ദ മണി, അല്ലെങ്കിൽ ഇൻ ദ മണി ആണെങ്കിൽ അനുസരിച്ച് കോൺഫിഗർ ചെയ്യുക. ഇതൊക്കെ ഞാൻ വേറെ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ എക്സ്പയറി ഓപ്ഷൻസിൻ്റെ കറണ്ട് വീക്ക് എക്സ്പയറി എത്ര ലോട്ട് വാങ്ങണമെന്ന്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമ്മൾ സൂപ്പർ ട്രെൻഡ് സ്ട്രാറ്റജി വെച്ചിട്ട് എങ്ങനെ ഒരു ട്രേഡ് എടുക്കാമെന്നുള്ള ഒരു കണ്ടീഷനാണ് ഇവിടെ ബിൽഡ് ചെയ്തത്. ഇത് നിങ്ങളുടെ എൻട്രി കണ്ടീഷനിൽ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ട്രേഡ് വരും. ഇനി ഇത് ഇങ്ങനൊരു ട്രേഡ് വന്നിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് നമ്മൾ ട്രേഡ് എടുത്തിട്ട് അത് എക്സിറ്റ് ചെയ്യണ കണ്ടീഷൻ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എക്സിറ്റ് ചെയ്യണ കണ്ടീഷനിൽ നമുക്ക് പലതും ചെയ്യാം. മീൻസ് പല എക്സിറ്റ് കണ്ടീഷനും കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾ ടൈം ഒരു 3 മണിക്ക് ശേഷമായാലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു കണ്ടീഷൻ വയ്ക്കാം. ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരെ തിരിച്ചുള്ള സെനാരിയോ, അതായത് നമ്മൾ ഈ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു സൂപ്പർ ടെൻഡ് താഴെ നിന്ന് സൂപ്പർ ടെൻഡിൻ്റെ മുകളിലോട്ട് കയറിയപ്പോൾ നമ്മൾ എൻട്രി കയറി. ഇനി ഈ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണ്ടീഷൻ നമ്മളിപ്പോൾ പറഞ്ഞ കണ്ടീഷനോ അല്ലെങ്കിൽ സ്ട്രാറ്റജി ക്രിയേഷനിൽ ചെയ്ത കണ്ടീഷനോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതായത് ഇവിടെ വരെ വന്നിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് കടന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ബൈയിലായിരുന്നു, ഇവിടെ നെഗറ്റീവിലോട്ട് കടന്നു. അതായത് നമ്മുടെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ വാല്യൂ സൂപ്പർ ടെൻഡിൻ്റെ മീതെ നിന്നിട്ട് അതിൻ്റെ ക്ലോസ് അതിൻ്റെ മീതെ നിന്നിട്ട് പ്രീവിയസ് ക്യാൻഡിൽ അതിൻ്റെ ക്ലോസ് അതിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴാണല്ലോ നമ്മൾ ബൈയിൽ നിന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുന്ന സെനാരിയോ. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കാണാം, പ്രീവിയസ് ക്യാൻഡിൽ അതിൻ്റെ ക്ലോസ് സൂപ്പർ ടെൻഡിൻ്റെ വാല്യൂവിൻ്റെ മീതെ നിന്നിട്ട് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ വാല്യൂ സൂപ്പർ ടെൻഡിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു സെൽ സിഗ്നലാണ്. ആ ഒരു സെൽ സിഗ്നൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു എക്സിറ്റ് കണ്ടീഷനിലായിട്ടും എഴുതാം. നേരത്തെ കോൺഫിഗർ ചെയ്തതിൻ്റെ അതേ ഓപ്പോസിറ്റ് കണ്ടീഷൻ ജസ്റ്റ് ഇതിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബൈയിൽ നമ്മൾ കയറും, ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് ആവും, തിരിച്ചിറങ്ങുന്ന സെനാരിയോ വന്ന് എക്സിറ്റ് ആവും. ഇനിയല്ല നിങ്ങൾക്ക് വേറെ കണ്ടീഷൻസ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സൂപ്പർ ട്രെൻഡ് സ്ട്രാറ്റജി ക്രിയേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജിയുടേതായ ഇതുണ്ടായിരിക്കും, പല വാല്യൂസ് ഉണ്ടായിരിക്കും, പല കോൺഫിഗറേഷൻ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. പക്ഷേ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ സെയിം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലാണെങ്കിൽ കൂടുതൽ കണ്ടീഷൻസ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ എക്സിറ്റിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് ഉള്ളതോ അല്ലെങ്കിൽ P&L ബേസ്ഡോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു സൂപ്പർ ട്രെൻഡ് ബേസ്ഡ് ഒരു സ്ട്രാറ്റജി ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുള്ളായി വിചാരിക്കുന്നു. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഈ സൂപ്പർ ട്രെൻഡ് എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ കുറേ ബിഗിനേഴ്സ് ആയാലും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒരാൾക്ക് ബൈ സെൽ സിഗ്നൽ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ചാർട്ടിൽ നോക്കിയിട്ട് ഈ ഒരു ടേൺ നടക്കുമ്പോൾ എടുക്കുന്നതും അൽഗോയിൽ കൂടെ എടുക്കുന്നതും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ക്വറീസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഒപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ലിങ്കിൽ ലോഗിൻ ചെയ്യാം. ഇനി ഏതെങ്കിലും ബ്രോക്കറായിട്ട് അക്കൗണ്ട് തുടങ്ങുകയോ അല്ലെങ്കിൽ ട്രേഡ് ഓൺ അക്കൗണ്ട് തുടങ്ങണമെങ്കിലോ നിങ്ങൾക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ഉള്ള ലിങ്ക് വെച്ചിട്ട് അക്കൗണ്ട് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ട്രേഡ് ഓൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒപ്പം തന്നെ ഞാൻ ട്രേഡ് ഓണിൽ സ്ട്രാറ്റജി ക്രിയേഷൻ്റെ
ഒരു സർവീസ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ക്വറീസോ അല്ലെങ്കിൽ ഹെൽപ്പോ വേണമെങ്കിൽ നിങ്ങളുടേതായ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഗർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പറും ടെലഗ്രാം നമ്പറും ഇതിലുണ്ട്. 9113867802. ഓക്കെ, അപ്പോൾ താങ്ക്സ്, ബൈ.